ലാലേട്ടൻ തരുൺ മൂർത്തി കൂട്ടുകെട്ടിലെത്തുന്ന തുടരും മൂവി നാളെ തിയേറ്ററിലെത്തുകയാണ്. അതിനെച്ചൊല്ലി നല്ല രീതിയിലുള്ള ചർച്ചയും കാര്യങ്ങളെല്ലാമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സിനിമയുടെ ചിത്രത്തിൻ്റെ ഇതുവരെയുള്ള വേൾഡ് വൈഡ് കേരള പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. അതിലേക്കൊക്കെ വരാം. അതിന് മുന്നേ ജിനു അൻഡ്രി എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടരും സിനിമ ഇത്രത്തോളം വലിയ ചർച്ചയിൽ കയറാനുള്ള പ്രധാന കാരണം തരുൺ മൂർത്തി എന്ന് പറയുന്ന ഡയറക്ടറാണ്. അദ്ദേഹത്തിന് ഫാൻ മെയ്ഡ് പോസ്റ്ററൊന്നും മറ്റുള്ളവർ പുറത്തുവിടുന്നതൊന്നും അദ്ദേഹത്തിന് രസിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ചിത്രത്തിൻ്റെ പോസ്റ്റേഴ്സ് കാര്യങ്ങളെല്ലാം ഞങ്ങൾ തരും, അതുമാത്രം നിങ്ങൾ ഷെയർ ചെയ്താൽ മതി, നിങ്ങളുടെ വക പോസ്റ്റർ കാര്യങ്ങളൊന്നും ഉണ്ടാക്കണ്ട എന്നുള്ളൊരു നിലപാടാണ് തരുൺ മൂർത്തി എടുത്തിട്ടുള്ളത്. അതിനുള്ള പ്രധാന കാരണമായിട്ട് അദ്ദേഹം പറയുന്നത് ജോണർ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള പോസ്റ്റേഴ്സ് കാര്യങ്ങളെല്ലാം ഫാൻ മെയ്ഡ് വരുന്ന സമയത്ത് എന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ഈ ഒരു സിനിമ ശരിക്കും ഒരു ഫാമിലി ഡ്രാമയാണ്. അല്ലാതെ നിങ്ങൾ ഈ ഒരു സിനിമയെ ഫീൽ ഗുഡ് എന്നും അല്ലെങ്കിൽ ത്രില്ലർ എന്നൊന്നും പറഞ്ഞ് പരത്തേണ്ട ആവശ്യമില്ല. ഇത് പക്ക ഫാമിലി ഡ്രാമ എന്നാണ് തരുൺ മൂർത്തി ഈ ഒരു സിനിമയെ ചൊല്ലി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലാലേട്ടൻ ഫാൻസിൻ്റെ ഇടയിൽ ഒരു കരടായി മാറിയിട്ടുണ്ട് ചിലർക്കിടയിൽ തരുൺ മൂർത്തി എന്ന് പറയുന്ന ഡയറക്ടർ. ഇപ്പോൾ ഇതാ ചിത്രത്തിൻ്റെ ടോട്ടൽ പ്രീസെയിൽ കളക്ഷൻ വന്നിരിക്കുന്നു. വേൾഡ് വൈഡിൽ നിന്നും സിനിമയ്ക്ക് ഇതിനോടകം തന്നെ നേടാൻ സാധിച്ച പ്രീസെയിൽ കളക്ഷൻ എന്ന് പറയുന്നത് 3 കോടിയോളം രൂപയാണ്. കേരളത്തിലെ ചിത്രത്തിൻ്റെ പ്രീസെയിൽ കളക്ഷൻ 2 കോടിയും പിന്നിട്ടിരിക്കുന്നു. അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പ്രീസെയിൽ കളക്ഷനിലേക്ക് തന്നെയാണ് സിനിമയ്ക്ക് ഇതിനോടകം തന്നെ ചേക്കേറാൻ സാധിച്ചത്. ലാലേട്ടൻ്റെയും ശോഭനയുടെയും ഇൻ്റർവ്യൂ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ അത്യാവശ്യം നല്ല റേഞ്ച് പ്രീസെയിൽ കളക്ഷനിലേക്ക് ലാലേട്ടൻ്റെ തുടരും എന്ന് പറയുന്ന ചിത്രം എത്തപ്പെട്ടിരിക്കുന്നു. ഈ വർഷത്തെ രണ്ടാമതായിട്ട് വരുന്ന ഏറ്റവും കൂടുതൽ പ്രീസെയിൽ കളക്ഷൻ നേടുന്ന സിനിമയായി തീർന്നിരിക്കുന്നു ഇതിനോടകം തന്നെ നമ്മുടെ തുടരും എന്ന് പറയുന്ന മൂവി. ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ പ്രീസെയിൽ കളക്ഷൻ നേടിയ സിനിമ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, ലാലേട്ടൻ്റെ തന്നെ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയായിരുന്നു. സിനിമ നാളെ തിയേറ്ററിൽ എത്തുകയാണ്. അത് വന്നതിന് ശേഷം അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമുക്ക് പറയാം. ഓക്കെ.